ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എങ്ങനെ വളരെ ഈസി ആയിട്ട് ബേക്കറി സ്റ്റൈലിൽ എഗ് പഫ്സ് ഉണ്ടാക്കുന്നതാണ് ഇന്ന് നമ്മൾ കാണാൻ പോണത്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ പഫ് പേസ്ട്രി ഷീറ്റ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഫ്ലെയിം ഓണാക്കി പാൻ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് 2 വലിയ സവാള നീളത്തിലരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം സവാള വഴറ്റി കൊടുക്കാനായിട്ട്. ഇതൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല ഇട്ട് കൊടുക്കുമ്പോൾ കൂടിപ്പോവാതെ നോക്കണം. കൂടിപ്പോയി കഴിഞ്ഞാൽ മൊത്തത്തിലൊരു കുത്തൽ വരും ആ ഒരു ഗരം മസാലയുടെ. അപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ പഫ്സ് വാങ്ങി കഴിക്കുമ്പോൾ ഉള്ളിലുള്ള മസാലയൊക്കെ ഒന്ന് കുഴഞ്ഞ രൂപത്തിലാവും ഇരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സായി കിട്ടാനും ആ ഒരു കുഴഞ്ഞ രൂപത്തിലാവാനും വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടി പോവരുത് കേട്ടോ. അപ്പം സവാള പഫ്സിലേക്കുള്ള ഒരു കറക്റ്റ് വേവായി എന്ന് തോന്നിയാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ഇതില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെങ്ങനെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു ബേക്കിംഗ് ട്രേയിൽ ബേക്കിംഗ് പേപ്പർ വിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ സുൻബുലയുടെ പേസ്ട്രി ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതാവുമ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അതല്ല സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ഒരു പപ്സിൻ്റെ രൂപത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള കുറച്ച് വലിയൊരു ഷീറ്റായിട്ട് കിട്ടും, അത് വാങ്ങിയാൽ മതിയാവും കേട്ടോ. ഇനി ഈ ഷീറ്റ് ഓരോന്നോരോന്നായിട്ട് ട്രെയിൽ നിരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു വര കാണാം, അതുകൊണ്ട് തന്നെ ഇത് ഫോൾഡ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി ഷീറ്റിൻ്റെ ഒരു സൈഡിൽ ഞാൻ ഇതുപോലെ 1 ടേബിൾ സ്പൂണ് മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു എഗ്ഗിൻ്റെ പകുതി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എഗ് വാഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു മുട്ട പൊട്ടിച്ചതിന് ശേഷം അതൊന്ന് നന്നായി ബീറ്റ് ചെയ്തിട്ട് ഇതിനെല്ലാത്തിനും മേലെ അപ്ലൈ ചെയ്തെടുക്കുക. ഈ എഗ് വാഷ് ചെയ്യണത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പപ്സ് ഒന്നുകൂടി ക്രിസ്പി ആയിട്ട് വരും, അതുപോലെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരും. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കുക. ഇതിനായിട്ട് ഞാൻ ഒരു 20 മിനിറ്റ്സോളം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓവൻ. മേലെയും താഴെയും ചൂട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 10 മിനിറ്റ് മേലെ നിന്ന് ചൂട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട്. അതുപോലെ ലാസ്റ്റുള്ളൊരു 5 മിനിറ്റ് താഴേന്നും കൂടി ചൂട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 15 മിനിറ്റോളം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക.
കണ്ടോ 15 മിനിറ്റിന് ശേഷം നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ പപ്സ്. മാത്രമല്ല കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ബേക്കറിയിൽ നിന്ന് നമ്മൾ കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്നും എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടും ഒന്ന് കഴിച്ച് നോക്കിയിട്ടും കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.